കേസ് അപ്പോൾ നമ്മൾ അടുത്തത് എത്തിയിരിക്കുന്നത് കൊടൈക്കനാലിലെ മറ്റൊരു അത്ഭുതം കാണാനായിട്ടാണ്. അതെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് കയറണം. കുഞ്ഞു വഴി, വണ്ടി പുറത്ത് വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. യെസ്, ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പൊ നമ്മൾ മുന്നോട്ട് നടക്കണം. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത് ഫെയറി വാട്ടർഫാൾസിലാണ്. ഇത് കൊടൈക്കനാലിലെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അതെ അതെ, ഇങ്ങ തണ്ണി ഇരിക്കുന്നത് അന്ത ഒരു ആള് സൊന്നാച്ച് വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ല അടിപൊളി വെള്ളം വീഴുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വെള്ളം കാണാൻ സാധ്യതയുണ്ട്. ആക്ച്വലി ഇത് എന്താണ്? ഇത് ഒരു ഹോർട്ടിക്കൾച്ചറിന്റെ ഒരു, അതായത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണ്. 1962 ടു 2012 സുവർണ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയൊരു ആർച്ചാണ് നമ്മൾ അവിടെ ഇത് കയറി വന്നിട്ട് അവിടെ കണ്ടത്. ഇതിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞമ്പലത്തിന്റെ ഒരു കുഞ്ഞു വാട്ടർഫാൾസ് ആണ്. കുഞ്ഞു വാട്ടർഫാൾസ് ആണ്, പക്ഷെ കാണാൻ നല്ലൊരു എന്താ പറയാ, അതെ അതെ അതെ, ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ കയറി അതിന്റെ അടുത്ത് പോയിരുന്ന് കാണാൻ പറ്റും. അടുത്ത ഒരു വഴിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കൊടൈക്കനാൽ വിസിറ്റ് ചെയ്യുന്നവർ അധികം വരത്തില്ല തോന്നല്ലേ. ഇപ്പൊ വെള്ളം കുറവാണ്, ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിടക്കണ കാണുമ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടാ, അല്ലേ? ഒരു കുഞ്ഞു വാട്ടർഫാൾസ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സൈഡിൽ കൂട്ടുള്ള ഒരു ചെറിയൊരു സംഭവം, ഒരു പാലം പോലെ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നടന്നു പോയി വാട്ടർഫാൾസ് കാണാം. ജസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല, അല്ലേ? അതെ, ടൈം ഉള്ളവര് വന്ന് കണ്ടിട്ട് പോവാ. വളരെ കുഞ്ഞൊരു വാട്ടർഫാൾസ് ആണ്, പക്ഷെ കൊള്ളാം. വെള്ളം കുറച്ചുകൂടെ കൂടുതലുണ്ടായിരുന്നെങ്കിൽ കുറച്ച് രസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാണാനായിട്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു അകത്ത് ഈ കൃഷിയും നഴ്സറി പോലെ എന്തൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ആയിരിക്കും ഇവിടെ കാണാൻ ഒരുപാട്. മെയിൻ ആയിട്ടുള്ളത് അതാണ്. അങ്ങോട്ടെല്ലാം കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ കൊള്ളാല്ലേ, സംഭവം കൊള്ളാം. ഒരു കുഞ്ഞു വാട്ടർഫാൾസ്, ഒരു വിഷ്വലൊക്കെ കൊള്ളാം കേട്ടോ. സമയമുള്ളവരെ വന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവുക. നമ്മൾ പിന്നെ കൊടൈക്കനാൽ മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകൾ ഇതൊക്കെ പോയി കാണുന്നു എന്നേ ഉള്ളൂ. കേസ് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ പോയിട്ട് കാണാം. അവിടെ അത്രയും കൃഷിയും കാര്യങ്ങളുടെ ഒക്കെ സംഭവങ്ങളാണ്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാം. നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. പക്ഷെ പച്ചപ്പ് വിരിച്ച മൈതാനമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. നമ്മളിവിടെ വന്നപ്പോ ഈ വെള്ളച്ചാട്ടം വന്നപ്പോഴത്തേക്ക് നല്ലൊരു അടിപൊളി ക്യാരറ്റ് വാങ്ങിച്ചു. ഇത്രയും ക്യാരറ്റ് ഫ്രഷ് ആണ്. ഇതിന്റെ ഈ ഇല കണ്ടില്ലേ, 40 രൂപയുള്ളൂ. കൊള്ളാല്ലേ? അല്ല, പുറത്തോട്ട് വേറെ ഇതിന് വില കുറച്ച് കിട്ടും. നമ്മളിത് വാങ്ങിച്ചതേ ഉള്ളൂ. അമ്മയാണ് ഇവിടെ ഒരു അമ്മൂമ്മയാണ്. നമ്മൾ കഴിക്കാൻ പോകുന്നു. നമ്മളിത് കഴിച്ച് നോക്കട്ടെ. പോകുന്ന വഴിക്ക് അതെ, അടുത്തൊരു വാട്ടർഫോൾസ് കണ്ടായിരുന്നു. മറ്റോ എന്റെ പേരെന്താ, ലിറിൽ ഫോൾസ് അങ്ങനെ കണ്ടോ. അങ്ങോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഫാൾസിന്റെ പേരെന്ന് പറഞ്ഞാൽ ലിറിൽ വാട്ടർഫാൾസ് എന്നാണ് എന്റെ പേര്. ഇതിന്റെ മുകളിലോട്ടൊക്കെ നല്ല പച്ചപ്പുള്ള നല്ല മനോഹരമായിട്ടുള്ള മൈതാനം, ഒരു പശുവൊക്കെ പെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് വാട്ടർഫാൾസ്. അത് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു വാട്ടർഫാൾസ് തന്നെയാണ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് കണ്ടിട്ട് പോവാം. കൊള്ളാം, പക്ഷെ നല്ല രസമുള്ള ഒരു വാട്ടർഫാൾസ് ആണ്. ഒരു പശുവൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ ഇറങ്ങി ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാം. ഒരുപാട് ആൾക്കാർ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വളരെ കുഞ്ഞായിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ്, പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അത്രേ ഉള്ളൂ. പോകുന്ന വഴിക്ക് കണ്ടുകൊണ്ട് പോവാം. മുകളിലോട്ട് നല്ല പച്ചപ്പാണ്. ഇവിടുത്തെ ക്യാരറ്റിന്റെ ഒരു പ്രത്യേകത, ക്യാരറ്റിന്റെ എല്ലാ സാധനത്തിലും പെട്ടെന്ന് ഇല്ലാതെ എന്തുണ്ട് പെട്ടെന്ന് ഇല്ലാതാവും. ഈ ഒരു ക്യാരറ്റ് ഒക്കെ കടിച്ചിങ്ങനെ ചവച്ചുകൊണ്ട് നമ്മളെ ഈ ഒരു കൊടൈക്കനാൽ ഈ ഒരു യാത്ര ചെയ്യുന്ന ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതും ഫ്രഷ് കാറ്റാണ്. അതെ, അപ്പൊ നമ്മൾ ആ കുഞ്ഞു വാട്ടർഫാൾസും കൂടെ കണ്ടിട്ട് അടുത്ത യാത്ര തുടരുകയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ വരുന്ന വഴിയിൽ നല്ല രസമുള്ള കാഴ്ചകളാണ് രണ്ട് സൈഡിലും. അതെ അതെ അതെ, നല്ല അടിപൊളി മരങ്ങളും. ഇവിടെ എന്തുണ്ട്, ഇവിടെ എന്തുണ്ടെന്നോ, ഇവിടെ എന്തോ ഒരു വ്യൂ പോയിന്റ് അല്ല, ടാക്സി സ്റ്റാൻഡ്. ഇവിടെ ഒരു ക്രിക്കറ്റ് അടിപൊളി ഗ്രൗണ്ട്, ക്രിക്കറ്റ് കളിക്കുന്ന ഒരു അഡാറൊരു ഗ്രൗണ്ടാണ്. സൂപ്പർ ഗ്രൗണ്ട്, കളിക്കാനൊക്കെ നല്ല പച്ചപ്പ് വിരിച്ച മൈതാനം, സെറ്റ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ഇവിടെ കുറച്ച് പേരുന്ന് കളിച്ച് കഴിഞ്ഞിട്ട് കളിക്കുന്നുണ്ട്. കളിക്കുന്നുണ്ട്. ഇവിടുത്തെ റോഡൊക്കെ കൊള്ളാം കേട്ടോ.
റോഡും ആ ഒരു രണ്ട് സൈഡിലുള്ള ഒരു പച്ചപ്പും ഹരിതാപവും വലിയ വലിയ മരങ്ങളും നീലാകാശവും ഒരു വല്ലാത്തൊരു വൈബ് യാത്ര തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. ചെറിയ തണുപ്പാണ്. കുറച്ച് പേര് ഇറങ്ങി ആ കാട്ടിനകത്തോട്ടൊക്കെ പോകുന്നു. വലിയ മരങ്ങളും വടവൃക്ഷങ്ങളും നിൽപ്പുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മള് അങ്ങനെ സൂയിസൈഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മറ്റൊരു ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ക്രൗഡ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതെ നമുക്ക് ആദ്യം സൂയിസൈഡ് പോയിന്റ് ആണ്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോണം. ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. എന്താ പറയാ, ഇവിടെ വല സൈഡില് ഗോൾഫിന്റെ ഒരു വലിയൊരു ക്ലബിന്റെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇത് നിറയെ ഏക്കർ കണക്കിന് മറ്റേ ഗോൾഫ് കളിക്കാനുള്ള സ്ഥലം വരുന്നുണ്ട്. ഇവിടെ ഒരു കുതിര സവാരി ചെയ്ത് പോകുന്നുണ്ട്. വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യും. നമ്മളപ്പോ വണ്ടി ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് കൊണ്ടുവച്ചു. ഇനി നേരെ പോകുന്നത് സൂയിസൈഡ് പോയിന്റിലേക്കാണ്. ഒരുപാട് ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. ഇവിടുത്തെ ഫേമസ് ആയ ഒരു സ്പോട്ടാണ്. നല്ല കൊടൈക്കനാൽ സൂയിസൈഡ് പോയിന്റ് ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ചാടി മരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പേര്. ഇവിടെ കുതിരസവാരി ഇപ്പൊ നമ്മളെ പോലെ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒറ്റയ്ക്ക് ആണെങ്കിലും റൈഡ് ചെയ്ത് കുതിര ഓടിച്ച് കൊണ്ടുപോകാം. ആള് പറയാ വരും, കൂടെയുണ്ട്. ഹോഴ്സ് സവാരി എത്ര രൂപയാണ് നോക്കിയില്ല. അപ്പൊ ഇവിടെ ക്ലബ്ബ് നമുക്ക് പോകേണ്ടത് സൂയിസൈഡ് പോയിന്റിലേക്ക് പോകേണ്ട വഴി കണ്ട ഇതാണെന്ന് തോന്നുന്നു. രാശി ചാടി പിടിച്ച് പോകുന്നുണ്ട്. അതിനകത്തൂടെ തന്നെ ഒരു കടകൾക്കിടയിലൂടെയാണ് പോകേണ്ടത്. ഇതൊരു കടയിലേക്ക് പോകുന്ന വഴിയല്ല, സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ഒരു വഴി. ഇതിന്റെ പോകുന്ന രണ്ട് സൈഡിലും എല്ലാ ഐറ്റംസും കിട്ടും. ചോക്ലേറ്റ്, കണ്ണാടി, കീ ചെയിൻ, ഫാൻസി ഐറ്റമോ ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നല്ലൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത സാധനമല്ലോ. അതെ, ശരിയല്ല, ഇഷ്ടംപോലെ സാധനം. നമുക്ക് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോകണം. അങ്ങനെ കടകളൊക്കെ കണ്ടു കഴിഞ്ഞില്ലല്ലേ? ഇനിയും കുറച്ച് കടകളുണ്ട്. കുറച്ചുകൂടെ ഉള്ളു. പക്ഷെ അവിടെ എത്തുന്നവരെ കടകളാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ മൊത്തത്തില് കൊടൈക്കനാല് പരിസരത്തുള്ള എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും മാക്സിമം വൈകുന്നേരം ഒരു 4 മണിക്കകത്തെല്ലാം ക്ലോസ്ഡ് ആവും. പിന്നെ ക്ലൈമറ്റ് നല്ല ചേഞ്ച് വരികയാണെങ്കിൽ അതിന് മുമ്പൊക്കെ ചിലപ്പോൾ ക്ലോസ് ചെയ്താൽ. അപ്പോൾ നമ്മൾ സൂയിസൈഡ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആർക്കും സൂയിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കമ്പി വേലി കെട്ടി സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഗ്രീൻ വാലി വ്യൂ എന്നാണ് എന്റെ പേര്. അപ്പോ ഇതാണ് സൂയിസൈഡ് പോയിന്റ്. അപ്പോൾ ഇതാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആരായാലും ഒന്ന് ചാടാൻ തോന്നും. അത്രയ്ക്കുള്ള ഒരു വ്യൂ ഉണ്ട്. കൊള്ളാം കേട്ടാ. വാവ്, സോ ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. അടിപൊളി മലനിരകൾ, മഞ്ഞു മൂടി കിടക്കുന്ന മലനിരകൾ കാണാം നമുക്ക്. ചിലപ്പോൾ ഗൈസ് രക്ഷയില്ലാത്ത ആഴമാണ്. കിടക്കാച്ചി നല്ല ആടുണ്ട്. നല്ല ആഴെന്ന് പറഞ്ഞാൽ ഇവിടെ വീണ് പൊടി പോലും കിട്ടത്തില്ല. ചുമ്മാ അല്ല സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പേരിട്ടത്. പക്ഷെ കാണാനായിട്ട് വളരെ മനോഹരമാണ്. ഇവരുടെ വേലിയൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ചാടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിന്റെ ആഴം എന്ന് പറയുന്നത് ഏകദേശം ഒരു 5000 അടിയോളം വരുവോളം. ഇത് സംഭവം ഇവിടെ നമുക്ക് ഒരു വൈഗ ഏതൊരു ഡാം ഉണ്ട്. ഡാമിന്റെ വ്യൂ കാണാന്നാണ്. ഇത് മഞ്ഞും മേഘമൊക്കെ നിറഞ്ഞ കിടക്കില്ലേ, കാണാൻ പറ്റതല്ലേ? ആകാശം തൊട്ട് നിൽക്കുന്ന ഒരു ഫീൽ. ഇതോ അങ്ങ് ആ ഭാഗത്തായിരിക്കും ഡാം. എന്തോ ഡാം കാണും അല്ലേ? നമ്മളൊരു ആകാശം തൊട്ടിരിക്കുന്ന ഫീലില്ലേ? അതെ. സത്യം പറഞ്ഞാൽ ഗ്രീൻ വാലിയാണ് ഇതിന്റെ റിയൽ ആയിട്ടുള്ള നെയിം. പക്ഷേ ഇത് നമ്മുടെ സൂയിസൈഡ് പോയിന്റ് ആയിട്ട് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ഒരു അതിശയവും മനോഹരം കാണാൻ വേണ്ടി വരുന്നവർക്ക് ഒരുപാട് പേർക്ക് അപകടം പറ്റാൻ വേണ്ടി ഭയങ്കര ഒരു സാധ്യതയുള്ള ഒരു സ്പോട്ടാണ്. ഈ കൊടൈക്കനാൽ വെച്ച് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു സ്പോട്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് താഴെ ഒരു പരുന്ത് കുഞ്ഞായിട്ട് പറന്നു പോകുന്നുണ്ട്. ആ പരുന്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാം. അപ്പൊ ഗൈസ്, അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇവിടെ അങ്ങനെ സൂയിസൈഡ് പോയിന്റ് എന്നുള്ള ഒരു പേര് വന്നത്. 2-3 സ്ഥലങ്ങൾ നമ്മളങ്ങനെ കണ്ടു. ഇപ്പൊ ലാസ്റ്റ് സൂയിസൈഡ് പോയിന്റ്. അതെ. അപ്പൊ ഇനി അടുത്ത എന്താ പറയാ, വീണ്ടും അടുത്തൊരു സ്പോട്ടുമായിട്ട് കൊടൈക്കനാലിൽ തന്നെ മറ്റൊരു സ്പോട്ടായിട്ട് വരുന്നതാണ്. വീണ്ടും തുടർന്ന് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ കാണാം.